ഞാൻ എന്റെ സഹോദരന്മാരോടുള്ള ചോദ്യം, ഉത്തരം പറയണം. കേരളം ഉൾപ്പെടെ കാഴ്ചയിലാണ് നമ്മൾ ആ ഉത്തരം പറയേണ്ടത്. നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്ത് ചെയ്യും? കുറച്ചു പറയൂ. സ്വിച്ച് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ സൈലന്റ് ഇടും. ഓക്കെ, സന്തോഷത്തോടെ. ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കുനിച്ചുയർത്തിയിരിക്കാം, ആരും ചോദിക്കില്ല. പക്ഷെ ശരിയാണെങ്കിൽ നിങ്ങൾ അവാർഡും അംഗീകരിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ അതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇന്ന് കേരളത്തിലെ യുവതലമുറകളുടെ കയ്യിലെല്ലാം തന്നെ മിക്കവാറും ഒരു 5ാം ക്ലാസ് തൊട്ട് തന്നെ പല പയ്യന്മാരുടെ കയ്യിലും പല കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടെന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. റൈറ്റ്? സ്വന്തമായും കൂട്ടുകെട്ടിന്റെയും വീട്ടിൽ ആണല്ലോ. അപ്പൊ പിന്നെ ഹൈസ്കൂളും പ്ലസ് ടുവും പറയണ്ടല്ലോ മോനെ. ഓക്കെ, പല പയ്യന്മാരെ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവന് കൂലിപ്പണി ചെയ്തും ഗുണ്ട കൊട്ടേഷൻ ടീമിന്റെ കൂടെ പോയൊക്കെ പൈസ വാങ്ങിച്ച് അവൻ മൊബൈൽ വാങ്ങിച്ചിരിക്കും. അത് സാംസങ് ഗാലക്സിയോ അല്ലെങ്കിൽ വലിയ സ്ക്രീൻ ഉള്ളതോ തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. പോലീസിന്റെ കൗൺസിലർ ആയതുകൊണ്ട്, ഞാൻ എക്സൈസിന്റെ കൗൺസിലർ ആയതുകൊണ്ട് ഞാൻ പെൻ ഡ്രൈവുകളും സിഡികളും കണ്ടിട്ടുണ്ട് മൊബൈൽ അവർ പിടിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് കിടക്കുന്നതല്ല. അകത്ത് കിടക്കുന്നതും ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറിനെ കാണിച്ചു തന്നു, സാർ ഇതാ നോക്ക് ഈ ഒരു സ്റ്റുഡന്റിന്റെ അവസ്ഥ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും, പല യുവതലമുറകളുടെ കൈകളിലെയും മൊബൈൽ ഫോണുകളിൽ അശ്ലീലമായിട്ടുള്ള ബിറ്റുകൾ, ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ഫിലിം പോലെയുള്ള അല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെസ്സേജുകളും പിക്ചറുകളും ഫോട്ടോകളും ഡൗൺലോഡ് ചെയ്തെടുത്തതുമായിട്ടുള്ള ഏത് നെറ്റ് കടയിൽ കൊണ്ടു കൊടുത്താലും ഇന്ന് നമുക്ക് സുലഭമാണ്. അത് ഓരോരുത്തന്മാർ കയറ്റിക്കൊടുക്കും, എങ്ങനെയും പൈസ ഉണ്ടാക്കുന്നു. അപ്പൊ മൊബൈൽ ഫോണുകളിൽ അശ്ലീലമായിട്ടുള്ള ദൃശ്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നതായി നിങ്ങൾ ചെറുപ്പക്കാരുടെ ഇടയിൽ കേട്ടിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ്. എന്റെ ചോദ്യം, ഇങ്ങനെ അശ്ലീലമായിട്ടുള്ള മെസ്സേജുകളും ചിത്രങ്ങളും പിക്ചറുകളും മൊബൈൽ ഫോണിനകത്ത് വെച്ചിട്ട് അത് സ്വിച്ച് ഓഫ് ചെയ്താലും സൈലന്റിലിട്ടാലും അത് അതിൽ നിന്ന് ഡിലീറ്റഡ് ആയി പോവോ? ഇല്ല. പരിപാവനവും പരിശുദ്ധമായ പടച്ചവനെ പ്രാർത്ഥിക്കുന്ന നിസ്കരിക്കുന്ന ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളായ പള്ളിക്കകത്ത് സൈലന്റിലിട്ടും സ്വിച്ച് ഓഫ് ചെയ്തും പോക്കറ്റിലിട്ടുകൊണ്ട്, ടാങ്കിൽ വെള്ളത്തിയിടൂലല്ലോ, പോക്കറ്റിലിട്ടുകൊണ്ട് നീ പോയിരുന്ന് നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പടച്ചവൻ നിന്നെ സ്പർശിക്കുമോ ഇല്ലയോ എന്നൊരു ആത്മപരിശോധന നടത്തി നോക്ക്. നിനക്കൊരു ഉത്തരം കിട്ടും. എവിടെയൊക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് ആലോചിച്ചു. അപ്പൊ ഉയർന്ന തലങ്ങളിലിരിക്കുന്ന പല വ്യക്തികളുടെയും കയ്യിൽ അങ്ങനെയുള്ള സംഗതികൾ ഇല്ലാത്തതുകൊണ്ട് പടച്ചവൻ അവരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് വൃത്തിയുണ്ട്. ഈ വൃത്തി എന്ന് പറഞ്ഞാൽ കുളിച്ചാ പോകുന്ന മാത്രമല്ല വൃത്തി, ആത്മാവിന്റെ വൃത്തി, അകത്തെ വൃത്തി. അപ്പൊ ഞാൻ നിങ്ങളായ സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, ഒരു സയന്റിഫിക് മെത്തേഡിൽ നിങ്ങളെല്ലാരും മൊബൈൽ ഫോണുകളാണെന്ന് വിചാരിക്കൂ. വാഹനം, അതിനകത്തെ സിം കാർഡ് അല്ലേ നമ്മൾ റൂഹ്. അപ്പൊ നമ്മളുടെ അകം എന്ന് പറയുന്ന സാധനത്തിന് വിശുദ്ധിയില്ലാതെ കള്ളത്തരവും തരികിടയും ചതിയും വൃത്തികേടും കാമവും ക്രോധവും മോഹവും അഹങ്കാരവും ലോകവും ഇങ്ങനെ നിറച്ചു വെച്ചുകൊണ്ട്, ഇതുപോലെ അമ്മയും ഉമ്മയും വാപ്പയും പറ്റിച്ചുകൊണ്ട്, അധ്യാപകരെ പറ്റിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ സാധനത്തിനകത്ത് വൃത്തിയില്ലാതെ ഈ ശരീരത്തിൽ ഈ ആത്മാവിൽ പടച്ചവൻ സ്പർശിക്കുമോ ഇല്ലയോ എന്ന് എന്റെ സഹോദരങ്ങൾ അകക്കണ്ണ് തുറന്നൊന്ന് ആലോചിച്ച് നോക്കും. എന്നിട്ട് ഇനി ഒരാഴ്ചക്കാലം ഞാൻ ഈ പറഞ്ഞതുപോലെ അകമൊന്ന് ക്ലീൻ ആക്കി വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചു നോക്ക്. ഒരാഴ്ച പോലും വേണ്ട പടച്ചവൻ നിന്നെ സ്പർശിക്കാനും നിനക്ക് പുതിയ പുതിയ സ്ഥാനങ്ങളും പുതിയ പുതിയ വിജയങ്ങളും പുതിയ പുതിയ സന്തോഷങ്ങളും പുതിയ പുതിയ അംഗീകാരങ്ങളും കിട്ടാൻ. അപ്പൊ വെറുതെ പ്രാർത്ഥിച്ചും നിസ്കരിച്ചും, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, വെറുതെ പ്രാർത്ഥിച്ചും നിസ്കരിച്ചും നോമ്പനുഷ്ഠിച്ചും നടക്കുകയും ആ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിന്റെ ആ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതെ പ്രാർത്ഥിച്ചും നിസ്കരിച്ചും നോമ്പനുഷ്ഠിച്ചും നടക്കുന്ന നിങ്ങൾ പലരും പിഴയായി നരകമെടുക്കേണ്ടി വരും എന്നൊരു സൂക്തം ഞാൻ കണ്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അപ്പൊ എന്റെ ഹിന്ദു സഹോദരങ്ങൾ ഓർക്കേണ്ടത്, അത്രയും ശക്തമായിട്ടാണ് ഇസ്ലാം സഹോദരങ്ങളായ വ്യക്തികൾ അവരെ ആ വിശുദ്ധ ഖുർആനിലൂടെ പാഠങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. പടച്ചോൻ ദൈവം ശക്തമാണ്. എനിക്കാ തിരിച്ചറിവ് വന്നു. ആലോചിക്കുക. എന്നിട്ട് ഞാൻ പറയും, ഞാൻ 90% 95% മാത്രമേ എനിക്ക് വൃത്തിയാകാൻ കഴിഞ്ഞിട്ടുണ്ടായിക്കൊള്ളൂ. വീണ്ടും കുറച്ചുകൂടെ ഉണ്ട്. അപ്പൊ അതുകൂടെ ക്ലിയർ ആക്കും. ഓരോ വ്യക്തികളും അവനവനെ ശുദ്ധീകരിക്കണം. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രേമം യഥാർത്ഥത്തിൽ പ്രേമിക്കണം. നിങ്ങൾ ആരാ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടം തൊട്ട് പ്രേമം തുടങ്ങണം. ഇത് കോളേജിലും സ്കൂളിലും പഠിക്കാൻ പോയിട്ട് കണ്ടവന്മാരെ പ്രേമിച്ച് നടക്കുക, എന്നിട്ട് അവന്മാരെ കളയുക, എന്നിട്ട് വേറൊരുത്തനെ കെട്ടുക, അവന്റെ കൂടെ പോവുക, എന്നിട്ട് അവന്റെ ജീവിതം കലക്കുക. ആലോചിച്ച്, ഇതിനൊരു വിശുദ്ധിയുണ്ട്.
ഇപ്പൊ പയ്യന്മാരും മിടുക്കന്മാരായി പെമ്പിള്ളരെ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാര് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി റെക്കോർഡും സാധനങ്ങളും കൂടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വസ്ഥമായി ജീവിക്കാൻ പോകാൻ പറ്റുമെന്ന് ആരും വിചാരിക്കണ്ട. നമ്മളെ പയ്യന്മാരും മിടുക്കന്മാരാണ്, എല്ലാ ടെക്നോളജിയും അറിയാം. തിരിച്ചും പെൺകുട്ടികളും ആ ടൈപ്പിലുണ്ടാന്ന് എന്റെ ഫയലിൽ സാധനമുണ്ട്. അപ്പൊ നമ്മളുടെ കുടുംബമാദ്യം സ്വർഗമാണ്. ഞാൻ കണ്ടെത്തിയ 3 സ്വർഗങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ ഇവിടെ കളയാം. ഞാൻ കണ്ടെത്തിയ 1ാമത്തെ സ്വർഗമാണ് മനസ്സിന്റെ ഉയർന്ന തലം. നല്ല മനസ്സ്, നല്ല പെരുമാറ്റം, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അത് ഞാൻ ഏറെ കാണാറുണ്ട് ഇസ്ലാം സഹോദരങ്ങളിൽ നിന്ന്. കാരണം KMCC ചെയർമാൻ പ്രസിഡന്റ് ഇബ്രാഹിം സാറും വാഹി സാർ, അതുപോലെ തന്നെ അൻവർ സാർ, അവരൊക്കെ ഇന്നലെ പറഞ്ഞു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നന്മ നിറഞ്ഞവരാകും. ആ നന്മ അത് നിറഞ്ഞിരിക്കണം.